ഇതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും മുഖം പോൽ നമ്പരം സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. നമസ്കാരം. നാട്ടിലെ പ്രതിഭയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിനോടകം തന്നെ നിരവധി പ്രതിഭകളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ ഈ ന്യൂസിന് കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടു കൂടി പുതിയൊരു പ്രതിഭയെ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് പനശ്ശികപ്പാറയിൽ അനുഗ്രഹീതമായ ശബ്ദത്തിനുടമ ശ്രീമതി ഗീതാ മുരളി ചേച്ചി, വളരെ സന്തോഷമുണ്ട് ചേച്ചിയെ പരിചയപ്പെടുത്തുന്നതിൽ. നമസ്കാരം. നമുക്ക് ചേച്ചി ഒരു പാട്ടുകാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കൊരു ചെറിയ പാട്ടിന്റെ ഒരു 4-5 വരി ആലപിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. വളരെ മനോഹരമായ ഒരു ഗാനത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ചേച്ചി ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ ചേച്ചി? പഠിച്ചിട്ടില്ല. വീട്ടിൽ മറ്റാരെങ്കിലും പാടുമായിരുന്നോ? വീട്ടില് അമ്മയും അച്ഛനും ചെറുതായിട്ട് പാടും. പിന്നെ എന്റെ അമ്മാവൻ നല്ലൊരു പാട്ട് എഴുത്തുകാരനായിരുന്നു. അത് ഒരു പാട്ട് നമ്മുടെ ദാസാറ് പാടിയത്, വാസുദേവൻ എന്ന് പറയാം, MS വാസുദേവൻ, ആള് മരിച്ചുപോയി. കരിവള ഇട്ട കൈ കുടമുല്ല പൂവുമ എന്നൊരു പാട്ടില്ലേ, അത് അറിയാവോ പാട്ട്? കുറച്ച് പാടാം. അമ്മാവൻ എഴുതിയ പാട്ടാണ്. കരിവള കുടമുല്ല പൂക്കളുമാ കരിമിഴിയാളെ നീ വരുമോ, കരിമിഴിയാളെ നീ വരുമോ, കരിവളയിട്ട കൈയിൽ കുടമുല്ല പൂക്കളുമാ കരിമിഴിയാളെ നീ വരുമോ, കരിമിഴിയാളെ നീ വരുമോ. മൈലാഞ്ചി കൈ നിറയെ തിരുമധുരവുമായി മധുരത്തിനാവിൽ നീ വരുമോ, മൈലാഞ്ചി കൈ നിറയെ തിരുമധുരവുമായി മധുരത്തിനാവിൽ നീ വരുമോ. പാട്ട് തുടങ്ങിയത് എത്രാമത്തെ വയസ്സിലാണ്? പാട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ പാടുമെങ്കിലും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈസ്കൂളിലാണ് ഞാൻ ആദ്യം പാടുന്നത്. പക്ഷെ അന്നൊക്കെ ഈ സ്റ്റേജിൽ കയറാനായിട്ടൊരു ഭയവും പേടിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ച തിരുവല്ല SCS സെമിനാരി ഹൈസ്കൂളിലാണ്. വീട് തിരുവല്ലയാണോ? എന്റെ സ്വന്തം വീട് തിരുവല്ല. ഇവിടെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്ന പൂഞ്ഞാർ കുന്നോന്നിയിലാണ് വിവാഹം കഴിച്ചു വന്നത്. അപ്പം സാറാണ് നീ നല്ലോണം പാടുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങനെയാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. അല്ലാതെ ഓണാഘോഷ പരിപാടിക്കൊക്കെ പോകും, എന്നാൽ സ്റ്റേജ് ഇങ്ങനെ പാടുന്നു. സ്കൂളില് മത്സരത്തിന് ഞാൻ കയറുന്നില്ല, ലളിതഗാന മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു.
അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ചെറിയ ചെറിയ വേദികളൊക്കെ ഉള്ളൂ. ഈ ഓണാഘോഷം വരുമ്പോൾ അതിന് പോകും. അല്ലാതെ നമ്മളറിയും ഇത്രം ഇല്ലല്ലോ. ഈ അമ്മാവൻ ഒരു ഗാനരചയിതാവായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മാവൻ ഈ കഴിവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മാവൻ അപ്പൊ അമ്പലങ്ങളിലൊക്കെ ഉത്സവം വരുമ്പം ഭജന പോലെ ഉണ്ടായിട്ട് ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ ഒരു പാട്ടിന് വേണ്ടി നമ്മൾ ജോയ് സാറിന്റെ അടുത്ത് പോയതാ, പിന്നെ നടന്നില്ല. കോട്ടയം ജോയി സംഗീത സമ്മേളനം മാമന്റെ ഒറ്റ ഫ്രണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ മാമന് പെട്ടെന്ന് അസുഖം ഉണ്ടായി, പിന്നെ വയ്യാതായി. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ അമ്മാവൻ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ഉയരത്തിലെത്താൻ കഴിഞ്ഞേനെ. അത് കഴിഞ്ഞ് സ്കൂൾ തലത്തിൽ നിന്നും ഇപ്പം അത്യാവശ്യം നന്നായിട്ട് പാടും, അന്ന് നന്നായിട്ട് പാടും, ഇപ്പോഴും നന്നായിട്ട് പാടും. ഗാനമേള സമിതികളൊന്നും സമീപിച്ചു? ഗാനമേള സമിതി എന്ന് പറഞ്ഞ പൂഞ്ഞാറ് ജോഷിയില്ലേ, ജോഷിക്ക് ഇപ്പം വയ്യല്ല. ആദ്യമായിട്ട് സോൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പൂഞ്ഞാറുണ്ടായി. അത് ഞങ്ങൾക്ക് കുറച്ച് പോയതാണ് 2 വർഷം. അന്ന് മനു ഞാനും ഒക്കെ കുറെ പാടുന്നു, ഗാനമേള ട്രൂപ്പിൽ അങ്ങനെ പോയതാണ്. പിന്നെ ഈ അമ്പലങ്ങളിലാണ് കൂടുതൽ. ഗാനമേളകളിൽ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരിക്കുന്ന ഏത് ടൈപ്പ് പാട്ടായിരുന്നു? ഗാനമേളയിൽ അന്ന് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് മഴവിൽക്കൂടി എസ് ജാനകിയമ്മയുടെ പാട്ട്, സന്ധ്യ കണ്ടിരുന്ന സന്ധ്യ എന്നൊക്കെ അതൊക്കെ ആയിരുന്നു. സന്ധ്യ, നമുക്ക് സന്ധ്യയുടെ ഒരു 4 വരി കേട്ടാലോ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ, എല്ലാ പാട്ടുകാരും ഈ ഗാനമേള വേദികളിലും ഇന്നും മുഴങ്ങി കേൾക്കുന്ന ഒരു പാട്ടാണ്. അതിന്റെ ഒരു 4 വരി നമുക്ക് കേൾക്കാം. സ്നേഹമേ ഏഴുകയാണോ നീയും മുഖം പോൽ നമ്പരം സന്ധ്യേ കണ്ണീരിതേ സന്ധ്യേ പോലെ സുസ്മിതം നീ ചൂടി വീണ്ടും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി വീണ്ടും ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും വീണ്ടും കാലമേറ്റു പാടും. അന്ന് മനുവിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള പൂഞ്ഞാർ ജോഷിയുടെ നേതൃത്വം സോൾ ഓഫ് ഇന്ത്യ അല്ലേ? ആ സമിതിക്ക് ശേഷം മറ്റൊരു സമിതിയിലേക്കും പോയിട്ടില്ലേ അല്ലെ? മറ്റാരും വിളിക്കും? പിന്നെ ഞാൻ പറഞ്ഞില്ല, വിളിച്ചാലും ഞാൻ ഈ അംഗൻവാടി പോയിക്കൊണ്ടിരുന്നപ്പോ ഒന്നിനും പോകാൻ വയ്യ, സമയം കിട്ടുക ഇല്ല. 24 വർഷം അങ്ങനെ അങ്ങ് പോയി. 24 വർഷം അംഗൻവാടി ഞങ്ങൾക്ക് അങ്ങനെ പറ്റുകയില്ല സാറേ, പറ്റുകയില്ല. അങ്ങനെ അവർ റിഹേഴ്സൽ വരും, പിന്നെ സെന്ററിൽ ചെല്ലാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഓഫീസ് മീറ്റിങ്ങിനൊക്കെ പാടിക്കും, പിന്നെ പഞ്ചായത്തിന്റെ ഏത് പരിപാടിക്കും ഉണ്ട്, കുടുംബശ്രീയുടെ പരിപാടികൾക്കൊക്കെ പോയി ഇഷ്ടം പോലെ പ്രൈസുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. കുടുംബശ്രീയുടെ ആസ്ഥാന ഗായികയാണ്. അതെ അതെ അതെ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരുടെ പാട്ട് പാടാനാണ്? ഇപ്പം പിന്നെ സന്ധ്യ ജാനകിയമ്മയുടെ പാട്ടാണ്, അതുപോലെ ആ ശബ്ദമാണെങ്കിൽ പോലും ഒരു ജാനകിയമ്മയുടെ ശബ്ദമായിട്ട് ഒരു സാമ്യം തോന്നുന്നു. എങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏത് പാട്ടുകാരിയുടെ, ഏത് ഗായികയുടെ പാട്ട് പാടാനാണ്? ജാനകിയമ്മയുടെ ആണ് എനിക്കിഷ്ടം. ജാനകിയമ്മയുടെ ചിത്രയുടെ പാട്ട് പാടും, പാടുന്നില്ല. ആരെങ്കിലും ഈ ശബ്ദത്തിന്റെ സാമ്യതയെ കുറിച്ചുള്ള പറഞ്ഞിട്ടുണ്ടോ? ഒരു ജാനകിയമ്മയുടെ ശബ്ദമായിട്ടൊരു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് വല്ല ഓഡിയോ കാസറ്റുകളിലോ മറ്റോ പാടിയിട്ടുണ്ടോ? ഓഡിയോ കാസറ്റിലൊന്നും പാടിയിട്ടില്ല. അല്ല, ഈ അടുത്ത കാലത്ത് ഒരു പിന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയില് ഒരു പാട്ട് പാടുന്ന അത് 2 പാട്ടാണ്. അത് പയ്യാൻതോട്ടത്തിലുള്ള അത് അംഗൻവാടി, അത് വരാൻ കാരണം അംഗൻവാടിക്ക് അടുത്തുള്ളതാണ് ഈ മൂളി വക്കച്ചന്റെ വീട്. അപ്പൊ അംഗൻവാടി മീറ്റിങ്ങിന് വരുമ്പോ എന്റെ പാട്ടുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം മൂളി എന്നോട് പറഞ്ഞു, ഞാൻ ഗീത റാന്നി സ്റ്റുഡിയോ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഞാൻ പറയോ ഞാനങ്ങും ഇല്ലെന്ന് പറയില്ല, ഞാൻ ഗീത കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചിരിക്കുമെന്ന് പറഞ്ഞ മൂളിയാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. അത് ഡിവോഷണൽ സോങ് ആയിരുന്നു. അത് പുള്ളിക്കാരി നല്ലോണം എഴുതുന്ന ആളാണ്, ക്രിസ്തീയ ഗാനങ്ങൾ എഴുതുന്ന ആളാണ്. എന്നിട്ട് ആ സ്റ്റുഡിയോയിലെ ആളാണത്. റാന്നി
റാന്നിയില് റാന്നിയില് അദ്ദേഹമാണ് ഇത് ലിജിനാണ് ട്യൂൺ ചെയ്തത്. മോളി എഴുതി. ആണല്ലേ. ആ പാട്ട് ഓർക്കുന്നുണ്ടോ? ഓർമ്മയിലുണ്ടോ? നമുക്ക് അതും കൂടെ ഒരു അല്പം നമുക്കൊന്ന്. ഒരു നാളിൽ പോയി അരികിലായി എല്ലാരും ഉണ്ടാകുമെന്ന് ഒരു നാളിൽ മോഹിച്ചു പോയി. അർത്ഥമില്ലാത്തതാം സ്വപ്നങ്ങൾ കണ്ടു ഞാൻ അറിയാതെ മോഹിച്ചു പോയി. അർത്ഥമില്ലാത്തതാം സ്വപ്നങ്ങൾ കണ്ടു ഞാൻ അറിയാതെ മോഹിച്ചു പോയി. അറിയാതെ മോഹിച്ചു പോയി. അരികിലായി എല്ലാരും ഉണ്ടാകുമെന്ന് ഒരു നാളിൽ മോഹിച്ചു പോയി. 7ാം ക്ലാസ് മുതല് സ്കൂൾ വേദികളിൽ ചേച്ചി പാടുമെന്ന് പറഞ്ഞു. അന്ന് വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടിൽ കുഴപ്പമില്ല, എന്നാലും അമ്മയ്ക്കായിരുന്നു കൂടുതലും താല്പര്യം. അച്ഛൻ പറയുമായിരുന്നു അങ്ങനെ എനിക്ക് കൊണ്ടുപോയി പറ്റും. അന്നത്തെ കാലം അറിയാലോ സാറിന്. എങ്കിലും അന്നൊരു പക്ഷേ കുറെ കൂടെ വീട്ടുകാര് സപ്പോർട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ മലയാളത്തിന് നല്ലൊരു ഗായികയെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? അച്ഛനും അമ്മ കൂടാതെ? ഞങ്ങൾ 5 പേര്. ഞാൻ മൂത്തത്, എന്റെ ഇളയത്തങ്ങൾ 4 പേര്. അതിന് ആങ്ങളമാരും ഒക്കെ പാടുന്ന പിള്ളേരാ. ആണല്ലേ. അവരെല്ലാം പിന്നെ ചേച്ചിയോട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പാടണമെന്നൊക്കെ പറയും. എങ്കിലും അച്ഛൻ ഈ പുറത്തു കൊണ്ടേ പാടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അന്നത്തെ കാലം അങ്ങനെയാ, അന്നത്തെ കാലമായതുകൊണ്ട്. ഈ കലാഭവനിൽ എന്റെ ആങ്ങള ബിജു അവൻ നന്നായി പാടുന്നവനാ. അവൻ ഇങ്ങനെ ഒരു ലെറ്റർ കലാഭവനിലെ അന്നത്തെ മാനേജർ മരിച്ചുപോയി, ഫാദർ ആബേലച്ചൻ അയച്ചു. അപ്പം എന്നെ അവിടെ ഇന്റർവ്യൂവിന് വിളിച്ചു. അന്ന് കോട്ടയം സാബു ഞാനുമായിരുന്നു അവിടെ ഇന്റർവ്യൂവിന്. എന്നെ സെലക്ട് ചെയ്തായിരുന്നു. ആലിപ്പഴം പെറുക്കാം, പിന്നെ ഞാൻ പാടിയത് ഞാൻ നോക്കട്ടെ, തേനും വയമ്പും. അച്ഛൻ്റെ മുമ്പിൽ പാടി റെക്കോർഡിങ്ങിന് റൂമിനകത്താണ് കേട്ടി പാടി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എന്റെ മോളെ നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്, നീ സെലക്ട് ആയിട്ടിരിക്കും, നീ വന്നേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ആങ്ങളയുടെ ഇത് കൊണ്ടുപോയി ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ അതിനോട് ആബേലച്ചൻ അത്രയും ഇഷ്ടപ്പെട്ടു. അച്ഛന്റെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ അനുഭവം എങ്ങനെയായിരുന്നു? അയ്യോ എന്നാ ഇതാ. കേരളത്തിലെ കലാകാരന്മാരുടെ ഒക്കെ എന്താ പറയാ, ഒരുപാട് കലാകാരന്മാരെ കൈപിടിച്ചുയർത്തിയ ഒരു മഹത് വ്യക്തിയാണ് കലാഭവന്റെ അങ്ങനെ അച്ഛനോട് പറഞ്ഞ നീ വരണം. അന്ന് ഞാൻ 9ൽ പഠിക്കുകയാണ്. നീ വരണം, നമുക്ക് നീ രക്ഷപ്പെട്ടു പോകും, നല്ല ശബ്ദം അതിൻ്റെ എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നാലും അച്ഛൻ ഭയങ്കര പ്രശ്നം ഉണ്ടായി, പിന്നെ പോയില്ല. അതാ ഞാൻ പറഞ്ഞത്, 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ കയറി നല്ല ശബ്ദമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ഗായികയെ കിട്ടിയേനെ. ഈ വിവാഹത്തിന് ശേഷം ഭർത്താവും ഒക്കെ അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ പുറത്തൊന്നുമില്ല, അടുത്തടുത്തുള്ള വേദികളിലൊക്കെ മാത്രമേ ഉള്ളൂ. പുറത്തു പോയൊന്നും പാടണ്ട. പിന്നെ ഈ ജോഷിയാണ് ഒന്ന് ഈ ഇതിനകത്ത് സോളത്തിന്റെ ചെയ്തത് ജോഷിയാണ്. പിന്നെ ജോഷിക്ക് വയ്യാതെയായി, അങ്ങനെ അങ്ങ് പോയി. അതോടെ അറിയാം, വിജയൻ ചേട്ടനൊക്കെ അറിയാവുന്നതാണ്. വിജയൻ ചേട്ടനൊക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായകനാരാ? ഇപ്പൊ നമ്മള് ഗായികൻ ചോദിച്ചപ്പം ജാനകിയമ്മയുടെ വരുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഗായകൻ നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ട് ഏതാണ് ഇഷ്ടമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു പാട്ടുകാർക്കും മറുപടി പറയാൻ പറ്റില്ല. കാരണം ഒരു സമുദ്രം പോലെ കടൽ പോലെ ദാസേട്ടൻ പാടിയ പാട്ടുകളൊക്കെ. എങ്കിലും ദാസേട്ടന്റെ ഒരു പാട്ട് പാടാൻ പറയുകയാണെങ്കിൽ ആദ്യം പാടുന്ന പാട്ട് ഏതായിരിക്കും? വയലാറിന്റെ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരു പോയി നെറുകയിൽ അരുമയായി കുടഞ്ഞതാര് മെല്ലെ മെല്ലെ
പടം നെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു തുടർന്ന നിലാവിന്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാര്. ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പാട്ടുകാർ അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാർ കടന്നു വരികയും അവർക്ക് വലിയൊരു സ്ഥാനം നമ്മുടെ മലയാളത്തിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് കൊച്ചിനെ താരാട്ട് പാട്ടി ഉറക്കിയ ഒരു വീട്ടമ്മ, ചന്ദ്രലേഖ എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അപ്പൊ ആ വീട്ടമ്മ പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരിയായ കെ എസ് ചിത്രയുടെ കൂടെ ഒന്നിച്ച് നിന്ന് പാടാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇപ്പം ചേച്ചിയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡിയോയിൽ പാടുന്ന ആ പാട്ട് വൈറലായിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നു. ഇതെല്ലാം വന്ന് നാളെ ചേച്ചിയും വൈറലായി മാറുകയാണെങ്കിൽ, ഒരവസരം കിട്ടുകയാണെങ്കിൽ ഏത് പാട്ടുകാരിയുടെ കൂടെ നിന്ന് പാടാനാണ് ആഗ്രഹം? ഇപ്പം നമുക്ക് കെ എസ് ചിത്രയുണ്ട്, സുജാതയുണ്ട്, ഇന്നത്തെ ഉള്ള പാട്ടുകാരുണ്ടല്ലോ. ഒരവസരം കിട്ടുകയാണെങ്കിൽ ആരുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം? ചിത്രാമ്മയുടെ കൂടെ ഒന്ന് പാടാനാണ് ആഗ്രഹം. ചിത്രാമ്മയുടെ പാട്ടൊക്കെ പാടാറുണ്ടോ? വീട്ടിലെല്ലാ ദിവസവും ഇത് നമ്മള് പാടി പ്രാക്ടീസ് ചെയ്യുന്ന വല്ലതും ഉണ്ടോ? അങ്ങനെയുള്ള സമയം കിട്ടുന്നില്ല. എങ്കിലും വല്ലപ്പോഴൊക്കെ അടുക്കളയിലൊക്കെ പാടുന്നുണ്ട്. വീട്ടിൽ പാടുമ്പം പിന്നെ ഹസ്ബൻഡും മക്കളും ഒക്കെ എങ്ങനെയാണ്? അവരുടെയൊക്കെ ഒരു കുഴപ്പമില്ല. മക്കൾ എത്ര പേരുണ്ട്? മക്കള് മകളുടെ ഭാഗം കഴിച്ച് കോതമംഗലത്ത്. പിന്നെ മകൻ ഇവിടെ ഈരാറ്റുപേട്ട വർക്ക് ചെയ്യുന്നു. അപ്പൊ മകൻ എന്ത് പറയുന്നത്? മകൻ വിവാഹം കഴിച്ചതാണോ? ഇല്ല. മകൻ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എന്നാ പറയുന്നത്? കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് എന്താ ജോലി? ഹസ്ബൻഡ് ഈസ്റ്റ് ബാങ്കിലായിരുന്നു. ചേച്ചി ഇപ്പം വർക്ക് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ഇനിയിപ്പം ഒരുപാട് പാട്ടുകൾ പാടാനുള്ള ഒരു അവസരമുണ്ട് അല്ലേ? നേരത്തെ ക്ഷേത്രങ്ങളുടെ ഭജനയെ കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഈ ഭജനയിൽ ഏറ്റവും കൂടുതലായിട്ട് പാടുന്നത് ഏത് പാട്ടായിരിക്കും? ഭജനയില് അത് ഞങ്ങൾ കുന്നോന്നിലായിരുന്നു. അപ്പം അതും പറയാം. ഈ ഇപ്പൊ അവന് ഏത് ട്രൂപ്പിലാന്ന് ഓർക്കുന്നില്ല. രമേശ് എന്ന് പറഞ്ഞൊരു കീബോർഡ് വായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ഇപ്പം മൂവാറ്റൂർ ഏഞ്ചൽ വോയിസ് വന്നിട്ട് വേറെ ട്രൂപ്പിന്റെ കൂടെയൊക്കെയാ. അപ്പൊ പുള്ളി ആ രമേശിന്റെ അച്ഛനൊരു നല്ല ഗോപി എന്ന് പറയുന്നത് മരിച്ചുപോയി. അപ്പൊ പുള്ളി അത് തന്നെ അവര് കുറെ അങ്ങനെ പറയേണ്ട ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം കുറെ ഡയറിയില് കുറെ പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്ത് ഗോപിച്ചേട്ടന്റെ മകള് ലത നല്ലവണ്ണം ക്ലാസിക്കൽ പാട്ട് പാടുന്നതാ. അപ്പൊ അവരുടെ കൂടെയാണ് കൂടുതൽ ഭക്തിയാണ് എഴുതിയ പാട്ടുകൾ. പിന്നെ ചിത്രാമ്മ പാടിയ കുടജാദ്രി. കുടജാദ്രി പാടാറുണ്ടോ? കുടജാദ്രി പാടാറുണ്ട്. അത് ഭജനയ്ക്ക് പാടുന്ന പാട്ടാണോ കുടജാദ്രി? കുടജാദ്രി ഭജനയ്ക്ക് പാടുന്ന പാട്ടാണ്. നമുക്ക് കുടജാദ്രിയും കൂടെ ഒന്ന് കേട്ടാലോ ഒരല്പം? വളരെ ഹിറ്റായ ഒരു പാട്ടാണല്ലോ അത്. ആസേട്ടനും രണ്ടുപേരും പാടിയിട്ടുണ്ട് ആ പാട്ട്. അപ്പൊ അതിന്റെ ഒരു 4 വരി അല്പം കൂടെ ഒരു പല്ലവിയും കൂടെ നമുക്ക് കേൾക്കാം. മഹേശ്വരി ഗുണദായി സർവശുഭകാരിണി കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാവൂ മംഗളസ്മിതം കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി
സർവശുഭകാരിണി നാദാത്മികേ നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശക്തി നീയേ നാദാത്മികേ ദേവി മൂകാംബികേ ആദിപരാശക്തി നീയേ അഴലിന്റെ ഇരുൾ വന്നൂടുന്ന മിഴികളിൽ നിറകതിർ നീ ചൊരിയൂ ജീവനിൽ സൂര്യോദയം തേക്കൂ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി. ഒരുപാട് കലാസമിതികളും ഒരുപാട് കലാകാരന്മാരും ജനിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തൊരു നാടാണ് പൂഞ്ഞാർ എന്ന് പറയുന്നത്. അവിടെ ഇതുപോലെയുള്ള ഒരു പാട്ടുകാരി, ഒരു കലാകാരി ഉണ്ടെന്ന് ആ നാട്ടുകാർക്ക് അറിയാമോ? നാട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. എങ്കിലും പൂഞ്ഞാർ പഞ്ചായത്ത് തെക്കേക്കരയായോണ്ട് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. പ്രസിഡന്റിന്, അതുപോലെ എല്ലാ സ്റ്റാഫുകൾക്കും അറിയാം. പിന്നെ ഓഫീസ് ഈരാറ്റുപേട്ട ബ്ലോക്കിൽ പാടുന്നുണ്ട്. ICDS സംബന്ധമായിട്ടുള്ള എല്ലാ ജീവനക്കാർക്കും അറിയാം. പിന്നെ നമ്മുടെ ഏരിയയിലുള്ള ഏകദേശം എല്ലാ പഞ്ചായത്തും എല്ലാവർക്കും ഒരു അറിയാം. തെരഞ്ഞെടുപ്പ് കാലമൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്ന ഒരു സമയമാണ് പാരഡി പാട്ട്. അതിനിപ്പോ പാരഡി പാടാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ കൊണ്ട് പാടാൻ വേണ്ടി ആരും സമീപിച്ചിട്ടില്ലേ? ഇല്ല, ആരും സമീപിച്ചില്ല. ഇല്ല ഇല്ല. അങ്ങനെ പാടാൻ താല്പര്യമില്ലേ? പാരഡി പാടാൻ, നല്ല പാട്ടിന്റെ പാരഡി പാടാൻ അതാരും സമീപിക്കാത്തോണ്ട് പാടാത്തയാണോ? അങ്ങനെയൊന്നും ആരും സമീപിച്ചിട്ടില്ല. ഏത് തരത്തിലുള്ള പാട്ടുകൾ? ഇപ്പം നമുക്കറിയാം ഭക്തിഗാനങ്ങള്, ക്രിസ്ത്യ ഭക്തിഗാനം, അതേപോലെ ഹിന്ദു ഭക്തിഗാനം, മാപ്പിളപ്പാട്ടുകള്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. ലളിതഗാനങ്ങള്, ചലച്ചിത്രഗാനങ്ങള്. അതിന് ഈ മലയാളം പാട്ടുകളല്ലാതെ മറ്റു പാട്ടുകൾ പാടാറില്ലേ? ഹിന്ദി, തമിഴ്? ഗാനമേളയ്ക്ക് തമിഴ് പാടാറുണ്ടായിരുന്നു. ഹിന്ദി പാട്ട് ഏതായിരുന്നു ചേച്ചി പാടിക്കൊണ്ടിരുന്നത്? ഗാനമേളയ്ക്കൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഓഡിയൻസിന്റെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു അല്ലേ? നല്ല സപ്പോർട്ടായിരുന്നു. വർഷങ്ങളായി. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളോട് കൂടെ ഇത്ര നേരം ചെലവഴിച്ചതിന്. വീട്ടുകാരെ കുറിച്ചും മക്കളെ കുറിച്ചും അതുപോലെ തന്നെ ആ സംഗീത വഴിയെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇനിയും നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Matakumbana Jewelry, PP Road, Iratupeta. Contact number 8893262626. അതെ, നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നല്ല സ്റ്റേ ഇനി തപ്പി നടക്കണ്ട. അഫോർഡബിൾ റേറ്റിൽ കിടിലൻ കസ്റ്റമർ സർവീസുമായി റീവ റെസിഡൻസി ഒരുക്കുന്നു അടിപൊളി സ്റ്റേ. AC, നോൺ AC, ഡബിൾ റൂം, ഫാമിലി റൂം, സ്യൂട്ട് റൂമുകൾ നല്ല ഫെസിലിറ്റിയിൽ ഇവിടെ അവൈലബിൾ ആണ്. നീറ്റ്നെസ്സിലും ക്വാളിറ്റിയിലും സൗകര്യങ്ങളിലും ഇവിടെ യാതൊരു കോംപ്രമൈസും ഇല്ല. സുരക്ഷയും വൃത്തിയുമുള്ള നല്ല റൂമുകൾ, 4.5 ഗൂഗിൾ റിവ്യൂ റേറ്റിംഗ്, 24 മണിക്കൂറും റിസപ്ഷൻ സേവനം. ഫാമിലിയും ഫ്രണ്ട്സുമായെല്ലാം സ്റ്റേ ചെയ്യാൻ പെർഫെക്റ്റ് സ്പോട്ട്. കൂടാതെ വാഗമൺ, ഇലവീഴ, പുഞ്ചിറ തുടങ്ങി പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം ഈസി ആക്സസ്. എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ബുക്കിംഗ് സൗകര്യം. ഞങ്ങളുടെ സൈറ്റിലും നേരിട്ട് ബുക്ക് ചെയ്യാം. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ബുക്കിംഗ്. റീവ റെസിഡൻസി, പെരുങ്കാട്ടൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സൂര്യ തിയേറ്റർ, പാലാ റോഡ്, ഈരാറ്റുപേട്ട. കൂടുതൽ ഡീറ്റെയിൽസിനും ബുക്കിംഗിനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കും.